നമസ്കാരം. കേരളം കാത്തിരുന്ന ഭാഗ്യശാലി 25 കോടി ലഭിച്ച ഭാഗ്യവാനെ ഇപ്പോൾ ആലപ്പുഴ സ്വദേശിയാണെന്നുള്ളത് തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. എന്തായാലും എനിക്കെൻ്റെ രേണുവിനോട് ചോദിക്കാനുള്ളത്, രേണു ഇപ്പോൾ 25 കോടിയെ ഭാഗ്യവാനെ തിരിച്ചറിഞ്ഞു. 25 കോടി ലഭിച്ച ഓണം ബമ്പറിൻ്റെ ഭാഗ്യശാലി അല്ലെങ്കിൽ കോടീശ്വരൻ ആരെന്ന് കേരളക്കാർ അറിഞ്ഞിരിക്കുകയാണ്. 25 കോടിക്ക് ലഭിക്കുന്നത് ഏകദേശം 15 കോടിയോളം രൂപ ലഭിക്കുന്നുണ്ട്. അതുപോലെ കമ്മീഷൻ അടക്കം പോയതിന് ശേഷം, കമ്മീഷനും നികുതിയും ഒക്കെ പോയതിന് ശേഷമായിരിക്കും എന്നെല്ലാം കുഴപ്പമില്ല, നല്ലൊരു തുക തന്നെയായിരിക്കും കിട്ടുക. അപ്പോൾ എനിക്ക് രേണുവിനോട് ചോദിക്കാനുള്ളത്, 25 കോടി ചില്ലറ തുകയൊന്നും അല്ല. ഈ ഒരു തുക ഇത്തരത്തിലൊരു ലോട്ടറി എടുത്തു, ലോട്ടറി അടിച്ചു, നല്ലൊരു തുകയാണ്, നമുക്ക് കോടീശ്വരിയാണ് രേണു എന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ തന്നെ ഈ കാര്യം പുറം ലോകത്തേക്ക് അറിയിക്കുമോ ഇല്ലയോ? ഇങ്ങനെ എനിക്ക് ലോട്ടറി അടിച്ചെന്നോ? അതെ, ലോട്ടറി അടിച്ചു, ലോട്ടറി കിട്ടി, ഭാഗ്യവാൻ ഞാനാണ് അല്ലെങ്കിൽ കോടീശ്വരൻ ഞാനാണ്, അറിയിക്കുമോ ഇല്ലയോ? അതെനിക്കൊന്നും നമ്മളായിട്ട് അറിയിക്കേണ്ട ആവശ്യമില്ല, ജനങ്ങൾ അറിയും. അല്ല, ഇപ്പൊ ഞാനൊരു ലോട്ടറി എടുത്തു കഴിഞ്ഞിരുന്നാല് ആ ലോട്ടറിയുടെ റിസൾട്ട് ഞാൻ TV കാണുമ്പോൾ ഞാൻ പറയും, ഞാൻ ആ നമ്പർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പക്ഷെ ഈ ഒരു ലോട്ടറി ഞാൻ അടിച്ചു എന്നുള്ളത് എൻ്റെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കൾ അല്ലെങ്കിൽ എൻ്റെ നാട്ടുകാരിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു എന്തായിരിക്കും എന്നുള്ള ഒരു അവസ്ഥയെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാനാണെങ്കിൽ ഈ കാര്യം ഒരു മനുഷ്യ കുഞ്ഞു പോലും അറിയിക്കാത്ത തരത്തിൽ ഞാൻ ആ കാര്യം ഡീൽ ചെയ്യും. അങ്ങനെ പിടിച്ചു വെക്കാൻ പറ്റും? തീർച്ചയായിട്ടും പറ്റും. കാരണം തിരുവനന്തപുരത്ത് ഇതിനു മുമ്പ് 25 കോടി, നമുക്ക് എല്ലാവർക്കും അറിയാം, 25 കോടി അടിച്ച ഒരു കോടീശ്വരൻ അനൂപ്, അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് സംഭവിച്ച ചില ദുരവസ്ഥകൾ ഓർക്കുമ്പോൾ ഒരു കാരണവശാലും കോടീശ്വരൻ ഞാനാണ് എന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കരുത് എന്ന് മാത്രമേ എനിക്ക് അഭിപ്രായമുള്ളൂ. കാരണം അത് പറയുന്നത് കൊണ്ട് വളരെയധികം പറയാൻ പാടില്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ രേണു അങ്ങനെ പറയുകയാണെങ്കിൽ രേണുവിന് എന്താ ഈ ഒരു 25 കോടി എല്ലാവർക്കും കൊടുത്ത് സഹായിക്കാനൊക്കെ ഉള്ള ഒരു മനസ്ഥിതിയൊക്കെ ഉണ്ടാവും. എന്താ അതിനെക്കുറിച്ച്? എങ്ങനെ സഹായിക്കുക ആളുകളെ? ഒരാൾക്കോ രണ്ടോ പേർക്കോ സഹായം ചെയ്താൽ മതിയാവില്ലല്ലോ ആ ഒരു സമയത്ത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗ്യം അടിച്ചിരുന്നാലും പുറത്ത് പറയാത്തതിന്റെ കാരണം അതുകൊണ്ടാണ്. പക്ഷേ ചെയ്തൂടെ, പറ്റുന്നത് ചെയ്തൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. എന്നാ സഹായം ചോദിച്ചു വരുന്നവര് അതൊരു കണക്ക് കാണില്ല. നിരവധി പേര് സഹായം ചോദിച്ചു വരും. ഇനി സഹായത്തിന് പുറമെ കോടീശ്വരനായി ലഭിക്കുന്ന നമുക്ക് കിട്ടാൻ പോകുന്ന മറ്റൊന്നെന്ന് പറയുന്നത് പ്രാക്കായിരിക്കും. പ്രാഗി തള്ളും. ഇപ്പം നമ്മുടെ അനൂപിന്റെ വിഷയത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അനൂപിനോട് ആദ്യം എല്ലാവരും സഹായം ചോദിച്ചു, സഹായങ്ങളൊക്കെ ചെയ്തു. എന്നാൽ സഹായത്തിനൊരു ലിമിറ്റേഷൻ വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ കിട്ടിയത് മുഴുവൻ, കോടീശ്വരന് കിട്ടിയത് മുഴുവൻ പ്രാക്കായിരുന്നു. കോടീശ്വരനാണ്, ഭാഗ്യവാനാണ്. എല്ലാരോടും പറഞ്ഞു നടന്നില്ല. അല്ല, ഇപ്പം ഇന്നത്തെ കാലം മീഡിയാസ് അല്ലെങ്കിൽ ചാനലുകൾ, സോഷ്യൽ മീഡിയ. ഇന്നത്തെ ഭാഗ്യവാൻ ആദ്യം പറഞ്ഞു പുരുഷനാണ്, പാലക്കാടാണ്, പിന്നെ പറഞ്ഞു എറണാകുളമാണ്, സ്ത്രീയാണെന്ന് പറഞ്ഞു. ഇപ്പൊ ആള് പൊങ്കി വന്നു. അതെ, തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, അങ്ങനെ ആളുകൾ പുറത്തെത്തിക്കും ആളെ. അതാണ് നമ്മൾ പറയാ പ്രൈവസി പോളിസി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമുക്ക് പറയാതിരിക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ബാങ്കിൽ ചെന്ന് കഴിഞ്ഞ് ഈ ലോട്ടറി കൊടുത്തു കഴിഞ്ഞ് അത് പറയണ്ട എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ പറയത്തില്ല. ഇത് ഈ ഒരു കാര്യത്തിൽ ഇത് ആർക്കാണ്, ഈ ഒരു ഭാഗ്യവാൻ ആരാണ് എന്നതിനെ കുറിച്ച് തീർച്ചയായിട്ടും അവിടെ പറയില്ല. എന്നാൽ ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പുറം ലോകത്തേക്ക് എത്തുകയാണെങ്കിൽ പിന്നെ ഈ ഭാഗ്യവാന്റെ കാര്യം കഷ്ടകാലം എന്ന് നമ്മുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ നാട്ടുകാരെങ്കിലും അറിയും. തീർച്ചയായും ചില ആളുകളോട് നമ്മൾ ചോദിക്കാറുണ്ട്. ഇപ്പൊ രേണു തന്നെ ഇപ്പൊ എന്നെ വിളിച്ചു കൊണ്ടുപോയി ഒന്ന് ട്രീറ്റ് ചെയ്തു, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മള് ചെന്ന് കഴിക്കുകയാണെങ്കിൽ ചോദിക്കും, ആ നിനക്കെന്താ ലോട്ടറി അടിച്ച? ഈ ഒരു ചോദ്യം സൊസൈറ്റി എന്ന് വെച്ചാൽ ലോട്ടറി അടിക്കണ്ട, എന്തേലും ഒരു ചെറിയ കാര്യം, നമ്മളൊരു വീടിന്റെ ആവശ്യത്തിനോ അല്ലെങ്കിൽ വേറെ എന്തേലും ഒരു ചെറിയ സാധനം നമുക്ക് ഉണ്ടാവുമ്പോൾ തന്നെ ആളുകൾ ചിന്തിക്കുന്നത് എന്താ, അവൻ ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, എവിടുന്നേലും പൈസ കിട്ടിയോ, അല്ല ലോട്ടറി അടിച്ചോന്ന് ചിന്തിക്കുന്ന സൊസൈറ്റി ആണ് ഇന്ന്. പക്ഷേ ലോട്ടറി അടിച്ച എങ്ങനെ മൂടി വെക്കാൻ പറ്റും? ഇന്ന് മറ്റൊരു കാര്യം പറയുവാണെങ്കിൽ, കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ കീഴിൽ തന്നെ ഈ കിട്ടുന്ന തുക എങ്ങനെ വിനിയോഗിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ തന്നെ ഒരു ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അതായത് കോടീശ്വരന്മാർ പിച്ചച്ചട്ടി എടുക്കേണ്ട അവസ്ഥയിലേക്ക് മാറാതിരിക്കാൻ വേണ്ടി തന്നെ ഇത്തരത്തിൽ ഒരു കൗൺസിലിംഗ് കൊടുത്തുകൊണ്ട്, അതായത് ഈ കാശ് എങ്ങനെ വിനിയോഗിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും. കാരണം ഈ ഇത്ര എമൗണ്ട് ഒക്കെ കയ്യിൽ വരുന്ന സമയത്ത് പക്ഷേ ആദ്യമൊന്നും തന്നെ ഈ എമൗണ്ട് കിട്ടില്ല. അതിനൊരു ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ട് അത് ബാങ്കിൽ തന്നെ കിടക്കും. അതിന്റെ GST ടാക്സ് കാര്യങ്ങളെല്ലാം പോയതിനു ശേഷം മാത്രമേ ഈ തുക ആ കോടീശ്വരന് അല്ലെങ്കിൽ ആ ഭാഗ്യവാൻ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഇത് 25 കോടി എന്നൊക്കെ പറയുമ്പോൾ
എല്ലാവരും ആ ഒരു കോൺസെപ്റ്റിലായിരിക്കും 25 കോടി അടിച്ചിട്ട് അവർ ആ ഒരു കാശ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചെന്ന് ആ കാശ് കിട്ടുന്നവരൊക്കെ ഈ കാശ് ഇപ്പൊ ലോട്ടറി അടിച്ചു എന്ന് വെക്കുമ്പോൾ തന്നെ പല നമ്മളെ സഹായിക്കാനായിട്ട് ഇങ്ങോട്ട് വരും. അതായത് ഞാൻ കാശ് തരാം അത് തരാം, കാരണം അവർക്ക് ഉറപ്പുണ്ട് ഈ കാശ് കിട്ടുമെന്നുള്ളത്. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നികുതി ഇനത്തിലെ തുകകളൊക്കെ പോയതിന് പിന്നാലെ മാത്രമേ ഈ തുക ബാങ്ക് അക്കൗണ്ടിലേക്ക് വരികയുള്ളൂ. ആ വരുന്ന സമയത്ത് ഇത് കറക്റ്റായിട്ടുള്ള രീതിയിൽ അത് വിനിയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ കോടീശ്വരൻ ഒടുക്കം പിച്ചച്ചട്ടി എടുക്കുന്ന കാഴ്ചയായിരിക്കും കാണുക. മറ്റൊന്ന്, അവർക്ക് പ്രാഗിത്തള്ളും, ആ പ്രാക്കല് കിട്ടുന്ന ഒരു ചേച്ചി പറയുന്നത് ലോട്ടറി അടിച്ച നമ്മളൊരു മനുഷ്യ കുഞ്ഞിനോട് പറയരുത്, അത് തീർച്ചയായിട്ടും നമ്മളോടൊപ്പം മണ്ണിൽ അലിഞ്ഞു ചേരണം. അതെ 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 കറക്റ്റാണ്. കാരണം ഒരു 500 രൂപ പോലും അടിച്ചു കഴിഞ്ഞാൽ പുറത്ത് പറയരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം നമുക്ക് 100 കൂട്ടം ആവശ്യങ്ങളുണ്ടായിരിക്കും. നമ്മുടെ ദൈനംദിന ജീവിതം നമ്മൾ തള്ളിക്കൊണ്ട് പോകാനായിട്ട് പെടുന്ന പാട് അത് മറ്റൊന്നായിരിക്കും. അതുകൊണ്ട് തന്നെ ചെയ്യേണ്ടിയിരിക്കുന്ന ഒരു കാര്യം, ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ പറയാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. പറഞ്ഞു കഴിഞ്ഞാൽ കോടീശ്വരൻ പിച്ചച്ചട്ടി എടുക്കും. പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നൈസ സ്മൂത്താ നമ്മുടെ കാര്യങ്ങൾ അത് ഉപയോഗിക്കുന്ന പോലെ നമുക്ക് കണ്ടറിയാം. അതെ അതെ അതെ.